ബ്ലൂം ടെയിൽസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിലോഡെൻഡ്രത്തിൻ്റെ ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ 29 വെറൈറ്റി പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ജിഫി പ്ലാന്റ്സുകളിൽ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സുകൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ അത്യാവശ്യം വേണ്ട 3 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ആദ്യം പ്ലാന്റ്സ് നടുമ്പോൾ കൊക്കോപിറ്റും മണ്ണും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതത്തിൽ നടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഈ പ്ലാന്റ്സിന് വാട്ടറിങ് കുറച്ച് മതി കേട്ടോ. പിന്നെ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വെക്കാൻ പാടില്ല. പക്ഷേ കുറച്ച് പ്രകാശം കിട്ടുന്ന സ്ഥലവും ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തിയായി വളരും. DTDC വഴിയാണ് കേട്ടോ ഞങ്ങൾ കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് ഓർഡർ തന്നവർ കൊറിയർ സെൻറ്ററിൽ നിന്നും കോൾ വരുമ്പോൾ കൃത്യമായി പ്ലാന്റ് കൈപ്പറ്റുക ശ്രദ്ധിക്കണേ. താമസം വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് ആ 29 വെറൈറ്റി പ്ലാന്റ്സുകൾ. ഇതെല്ലാം നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓരോ ജെഫി പ്ലാന്റ്സിൻ്റെയും മദർ പ്ലാന്റ്സുകൾ അതിൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ ഫോട്ടോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ പേര് ലുക്കിറ്റി സ്പ്ലിറ്റ്. ഇത് ഇല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ പ്ലാന്റിൻ്റെ പേരാണ് മെലോനോനി ഗോൾഡ്. ഈ പ്ലാന്റ് ഹോമലോമിനിയ റുബിസൻസ്. എല്ലാ പ്ലാന്റ്സിൻ്റെയും ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഈ പ്ലാന്റാണ് ഹോമലോമിനിയ സൺഷൈൻ. ഈ പ്ലാന്റ് വൈറ്റ് പ്രിൻസസ് ആണ് കേട്ടോ. ഇതിൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇല കണ്ടോ, പച്ചയിൽ നല്ല വെള്ള പുള്ളികളുണ്ട്. ഇതിൻ്റെ പേര് വൈറ്റ് പ്രിൻസസ്. ഈ പ്ലാന്റ് പിങ്ക് പ്രിൻസസ് ആണ് കേട്ടോ. ഇതിൽ കണ്ടോ പച്ചയിൽ തന്നെ പിങ്ക് പുള്ളികളായിട്ട് വരുന്നുണ്ട്. ഈ പ്ലാന്റാണ് ഗോൾഡൻ സെറാൻഡോ. അതിൻ്റെ ഇലയുടെ ഭംഗി ഒന്ന് നോക്കിക്കേ. അതിൻ്റെ ഗോൾഡൻ കളറിൽ നല്ല വിട്ട് പോലെ അതിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് സ്പാത്തിഫില്ലം വെരിക്കേറ്റഡ്. ഇതിങ്ങനെ ബുഷായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതിൽ വെള്ള ഒരു പൂവുണ്ട്. ഈ പ്ലാന്റാണ് ആനച്ചെവിയൻ എന്ന് ഇരട്ടപ്പേരുള്ള SP കൊളംബിയ. ഈ പ്ലാന്റ് നാരോ എസ്കേപ്പ്. ഇതിൻ്റെ ഇലയിൽ ഈ വെട്ടുപോലെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റ് എം കോളീസ് ഫിനാലെ. ഈ പ്ലാന്റാണ് റെഡ് ഹേർട്ട്. നമ്മുടെ ഹേർട്ടിൻ്റെ ഒരു ആകൃതിയാണ് അതിൻ്റെ ഇലയ്ക്കുള്ളത്. ഈ പ്ലാന്റ് പ്രിൻസ് ഓഫ് ഓറഞ്ച്. ഇതിൻ്റെ ബുഷായി വരുമ്പോൾ ഓറഞ്ചും ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള ലീവ്സുമാണ് ഇതിനുള്ളത്. ഈ പ്ലാന്റ് സെഫ്ലോറ ഗോൾഡൻ അമാറ്റെ. ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെമ്പരത്തിയുടെ ഇല പോലെ തോന്നിക്കും. ഈ പ്ലാന്റിൻ്റെ പേരാണ് റോജോ കോഞ്ചോ. ഈ പ്ലാന്റ് വൈറ്റ് നൈറ്റ്. ഇതിൻ്റെ ലീഫിൽ പച്ചയും വെള്ളയും കളറുണ്ട് കേട്ടോ. ഈ പ്ലാന്റ് മോൺസ്റ്റീരിയോ ഡിലീഷ്യൻ. ഈ പ്ലാന്റാണ് ഓറഞ്ച് സ്പ്ലെൻഡർ. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റാണ് ഫിലോ ചോക്ലേറ്റ്. ഇത് ഫിലോ റഷ്. ഇതിൻ്റെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ഇത് ചോക്കോ എംപ്രസ്. ഇതിൻ്റെ വലിയ പ്ലാന്റ്സിൽ ഇതിൻ്റെ ഇലയിൽ ഇങ്ങനെ വെട്ട് പോലെ കാണുന്നത് നല്ല ഭംഗിയാണ്. ഇത് സ്പാത്തിഫില്ലം വേറേഴ്സി. ഇതിന് വെള്ള പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഈ പ്ലാന്റാണ് ബില്ലറ്റ്സ്. ഇത് ചൈനീസ് മണി പ്ലാന്റ്. ഈ പ്ലാന്റാണ് മോൺസ്റ്റർ തായ് കോൺസ്റ്റലേഷ്യ. ഈ പ്ലാന്റ് കാൽക്കിൻസ് ഗോൾഡ്. ഇത് മെലാനോ ക്രൈസം. ഈ പ്ലാന്റാണ് എക്യുപ്രംനം. ഇതിൻ്റെ തണ്ടിന് നല്ല ഒരു ബ്രൗൺ കളറായിരിക്കും കേട്ടോ. ഈ പ്ലാന്റ് ഫയർ നാരോ. ഈ കാണിച്ച പ്ലാന്റ്സിൻ്റെ ജിഫി പ്ലാന്റ്സുകൾ കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നാറില്ല കേട്ടോ.
പക്ഷേ ഈ പ്ലാന്റ്സുകൾ കുറച്ച് ബുഷായി കഴിയുമ്പോഴാണ് ഓരോ പ്ലാന്റിൻ്റെയും ലീഫിൻ്റെ ഭംഗി മനസ്സിലാകുക. അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ചർ കൂടി ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.